ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിരിക്കണോ അല്ലേ? ഞങ്ങളും ഇവിടെ സുഖമായി അടിപൊളിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് മെയിനായിട്ട് ഞാൻ കുറച്ച് മുന്നത്തെ ഒരു വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ തെങ്ങോന്ന് കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. മെയിൻലി കുറച്ച് ഹോം ഡെക്കർ ഐറ്റംസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. നമുക്കിനി അത് ഫിക്സ് ചെയ്യണം, അതിനുള്ള മെയിൻ്റനൻസുകാരെ വിളിക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടായിരുന്നു നിർത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് ഈവനിങ് 7 ആകുമ്പോൾ അവർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ കുറച്ച് സാധനങ്ങളും കൂടി ഡേ ടു ഡേയിലൊക്കെ പോയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. കുറച്ച് സ്റ്റാൻഡ് കാര്യങ്ങൾ, അതല്ലാതെയും കുറച്ച് ഐറ്റംസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. മെയിൻലി ഹോം ഡെക്കർ ഐറ്റംസ് തന്നെയാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇപ്രാവശ്യം കൂടുതൽ സെലക്ഷൻ ചെലുത്തേണ്ടതായിരുന്നു. അപ്പോൾ നമ്മൾ അതെന്തൊക്കെയാണ് വാങ്ങിയെന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഈ ഒരു വീഡിയോൻ്റെ ഇടയിൽ തന്നെ നമ്മൾ പൂജ സ്റ്റാൻഡ് ഉണ്ടല്ലോ, അത് ആദ്യം വാങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു. ബർദുബായ് അമ്പലത്തിൻ്റെ ഭാഗത്തേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ആദ്യം ഇവിടെ കുറേ മോളിലും പിന്നെ കുറേ ഫർണിച്ചർ ഷോപ്സിൽ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയപ്പോൾ പൂജ സ്റ്റാൻഡിന് കുറച്ച് റേറ്റ് കൂടുതലായിരുന്നു. കമ്പാരിറ്റീവ്ലി നമ്മൾ ഇവിടെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ, ബർദുബായ് അമ്പലത്തിൻ്റെ സൈഡിൽ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഭയങ്കര റേറ്റ് കൂടുതലായിരുന്നു. ഇവിടെ നമുക്ക് ഭയങ്കര റേറ്റ് കുറവായിട്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കൊരു 70 ദിറംസിൽ തന്നെ നല്ല അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു പൂജ സ്റ്റാൻഡ് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വാങ്ങാൻ പോയതിൻ്റെ വീഡിയോ ഞാൻ ഇതിൽ ആദ്യം ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇതേ പൂജ സ്റ്റാൻഡൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ബർദുബായ് അമ്പലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങളവിടെ എത്തിയപ്പോഴത്തേനും അമ്പലമൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 8-8:30 ആകുമ്പോഴാണ് രാത്രി നമ്മളവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. കുറേ ഇങ്ങനെ പൂജ സ്റ്റാൻഡ് അവർ ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെടുത്തത് ഇതാണ് കേട്ടോ. ഇതിന് ഏകദേശം 70 ദിറംസാണ് പ്രൈസ് വന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഈ ഒരു സെയിം സംഭവം ഇത്രയും സൈസ് ഉള്ളത് നമ്മൾ വേറെ ഫർണിച്ചർ ഷോപ്പിൽ പുറത്തൊക്കെ ചോദിച്ചപ്പോൾ ഏകദേശം ഒരു 200-250 ദിറംസിൻ്റെ അടുത്ത് പ്രൈസ് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ നമുക്കതൊരു 70 ദിറംസിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത്രയും പ്രൈസിന് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ആരെങ്കിലും ഇതുപോലെ പൂജാമന്ദിര കാര്യങ്ങളൊക്കെ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ അമ്പലത്തിൻ്റെ സൈഡിലൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് നല്ല റേറ്റ് കുറഞ്ഞിട്ട് കിട്ടുന്നുണ്ട്. നമ്മുടെ റൂമിലുള്ള ഇപ്പോൾ ഭഗവാന്റെ ഫോട്ടോസൊക്കെ വെക്കാൻ പറ്റിയ അത്രയും ഒരു സ്പേസ് ഉള്ളതാണ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ഞാൻ ആ ഷോപ്പിലൊക്കെ കയറി ജസ്റ്റ് ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചതാണ്. അവിടെ നല്ലൊരു മണം ഉണ്ടായിരുന്നു കേട്ടോ ആ ഷോപ്പിൽ കയറിയപ്പോൾ തന്നെ. അപ്പോൾ അവർ പറഞ്ഞൊരു കർപ്പൂരത്തിൻ്റെ ആണെന്നുള്ളത്. അപ്പോൾ നമ്മളൊരു ചെറിയൊരു ബോട്ടിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് വാങ്ങിയതിൻ്റെ പിറ്റേ ദിവസമാണ് കേട്ടോ. ഇതെനിക്ക് ചെറുതായിട്ട് സർപ്രൈസ് ആയിട്ട് കൊണ്ടുവന്നതാണ്. ഇപ്പോൾ വാലന്റൈൻസ് ഡേ വീക്കൊക്കെ അല്ലേ, ചോക്ലേറ്റ് ഡേക്കല്ല കൊണ്ടുവന്നത്, അതിൻ്റെ തൊട്ട് പിറ്റേ ദിവസമായിരുന്നു. സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ലോഡ് ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനിന്ന് വീഡിയോ എടുക്കുമ്പോൾ ചോക്ലേറ്റ്സ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതും കൂടി ഇൻക്ലൂഡ് ചെയ്തതാണ്. മാത്രമല്ല കേട്ടോ, നമ്മുടെ വീട്ടിൽ ഇപ്പോൾ പുതിയ 2 ആൾക്കാരും കൂടി എത്തിയിട്ടുണ്ട്. ഇന്നലെയാണ് എത്തിയത്, വേറെ ആരുമല്ല. ഋതുവിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മീൻ. എൻ്റെ പണ്ടത്തെ വീഡിയോസിലൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, നമ്മൾ ചേച്ചിയുടെ റൂമിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ മീനിന് അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങളൊരു ഫൈറ്ററിനെയും കൂടി വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കുറച്ച് മുകളിൽ സ്റ്റാൻഡ് വെക്കുമ്പോൾ നമുക്ക് ഇതിനാ ഒരു സ്റ്റാൻഡിൽ വെക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഹാഫ് മൂണാണ്, ഒരു റെഡും വൈറ്റും കളറിൽ. അപ്പോൾ ഇത് നമ്മൾ ലുലുന്നായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ എപ്പോഴൊക്കെ ലുലുവിൽ പോയാലും ഈ ഫിഷിൻ്റെ ഷോപ്പിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഋതു ഇങ്ങനെ ഫിഷ് എന്നിങ്ങനെ പറയും. അപ്പോൾ ഇന്നലെ ഞങ്ങൾ എന്തായാലും വേണ്ടില്ല, അത് വാങ്ങാം, എന്തായാലും സ്റ്റാൻഡ് ചെയ്യാൻ ഇന്ന് ആൾക്കാർ വരുമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അത് മാത്രമല്ല നമ്മളൊരു മണി പ്ലാന്റും കൂടി വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു മണി പ്ലാന്റ് ആണ്. അത് ഞാൻ ഇനിയിപ്പോൾ വെച്ച് കഴിഞ്ഞതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ നമ്മളെപ്പോഴും വാങ്ങാമെന്നൊക്കെ വിചാരിക്കാറുണ്ട്. ഗ്രീഷ്മേച്ചി ഇടയ്ക്ക് ഇങ്ങനെ പറയാറുണ്ട്, മണി പ്ലാന്റ് വാങ്ങിക്കൂടെ. ചേച്ചിയുടെ റൂമിലുണ്ട് കേട്ടോ. അത് എപ്പോൾ പോയാലും അത് ഇങ്ങനെ പിടിച്ചിട്ടാണ്. അപ്പോൾ ഇത് എന്തായാലും നമ്മൾ സ്റ്റാൻഡ് കുറച്ച് ഹൈറ്റിൽ വെച്ച് കഴിഞ്ഞാൽ മണി പ്ലാന്റും മീനും കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ വെക്കാമല്ലോ എന്നുള്ളൊരു പ്ലാനാണ്. അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഡേ ടു ഡേ വാങ്ങിയെന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു സാധനമായിരുന്നു ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഫ്രൂട്ട് ബാസ്ക്കറ്റ് കേട്ടോ, നല്ല ഭംഗി തോന്നി എനിക്ക്. അപ്പോൾ അങ്ങനെ വാങ്ങിയതാണ് നമ്മൾ ഈ ഒരു ഫ്രൂട്ട് ബാസ്ക്കറ്റ്. അപ്പോൾ ഞാൻ കാണിച്ചു കൊടുത്തപ്പോൾ ചേട്ടനും നല്ല ഇഷ്ടമായി. അപ്പോൾ എന്നോട് പറഞ്ഞു അത് നമുക്ക് എടുക്കാൻ നല്ല ഭംഗിയുണ്ട്. നമ്മളിപ്പോൾ ടേബിളിൻ്റെ സൈഡിലല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കിച്ചണിൻ്റെ സൈഡിലാണെന്നുണ്ടെങ്കിൽ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ വെക്കാനായിട്ടുള്ള നല്ലൊരു ബാസ്ക്കറ്റ്. ഇത് ഇങ്ങനെയാണ്. ഞാനിങ്ങനെ അത്യാവശ്യം സ്പേഷ്യസ് ആണ് കേട്ടോ. അപ്പോൾ ഇതൊരെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിനെനിക്ക് തോന്നുന്നു 15 ദിറംസ് അങ്ങനെ എത്ര പ്രൈസ് വരുന്നുണ്ട്. പിന്നെ ചേട്ടൻ പറഞ്ഞു നമുക്ക് ഹാളിലുള്ള ഓൾറെഡി ഉള്ള ക്ലോക്കിൻ്റെ അതിൻ്റെ സെക്കൻഡ് സൂചി താഴെ വീണ് കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്തായാലും അത് മാറ്റണം ഇൻ ദ സെൻസ് നമ്മൾ ആ ഒരു ക്ലോക്ക് ഋതുവോടെ കളിക്കുകയാണ് കേട്ടോ. ആ ഒരു ക്ലോക്ക് നമുക്ക് റൂമിൽ വെച്ചിട്ട് നമുക്ക് ഇവിടെ ഹാളിൽ വേറെ ഒരെണ്ണം വാങ്ങാമെന്ന് വിചാരിച്ചു. ഞാൻ അൺബോക്സ് ചെയ്യണില്ല. അത് ഇങ്ങനെയാണ്. ഇത് ഇങ്ങനത്തെ ഡയലായിട്ട് ഒരു ക്യൂബ് ഡയലായിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ ഡേ ടു ഡേ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് ഒരു ഫ്രിഡ്ജ് ഓർഗനൈസേഴ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മെയിനായിട്ട് ഇത് ഇങ്ങനെയാണ് ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ കാണിച്ചു തരാം എൻ്റെ ഫോട്ടോ, അത് ഡെമോ. ഇത് ഇങ്ങനത്തെ സംഭവങ്ങളാണ് നമ്മൾക്ക് ഇപ്പോൾ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെയായിട്ട്. അതെ
നോക്കട്ടെ. അയ്യോ, അതെടുത്തിട്ട് വായോ. ആ, അപ്പോൾ ഫ്രിഡ്ജ് ഓർഗനൈസേഴ്സ് ഇത് ഇങ്ങനത്തെയാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഞാൻ ഫ്രൂട്ട്സ് വെക്കില്ല ഫ്രിഡ്ജിൽ, വെജിറ്റബിൾസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ വെക്കാനായിട്ടുള്ള ഒരു 3 ട്രേ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് ഒരെണ്ണത്തിന് എത്രയാണ്? ഒരെണ്ണത്തിന് 6 dirhams ആണ് കേട്ടോ വരുന്നത്. അങ്ങനെ നമ്മൾ 3 ട്രേ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഋതുതാ. പിന്നെ ഇത് ശരത്തേട്ടൻ്റെ സെലക്ഷൻ ആണ് കേട്ടോ. ഇത് കിച്ചൻ്റെ ഡോറിൻ്റെ അവിടെ ഹാങ് ചെയ്യാന്ന് പറഞ്ഞിട്ട് കുറച്ച് കിച്ചൺ റൂൾസ് കാര്യങ്ങളൊക്കെ, കിച്ചൺ റൂൾസ് തന്നെയല്ല, കിച്ചൻ്റെ തോട്ട്സ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു ഹാങ്ങിങ് സംഭവമാണ് ഇതാ. അത് നമ്മൾ കിച്ചൺ. പിന്നെ നമ്മൾ തെമ്മൂന്ന് കുറച്ച് ചെടികൾ വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലേ, അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു സ്റ്റാൻഡായിട്ട് ഇത് നമ്മൾ ഇവിടെ ഹാളിൽ ഇങ്ങനത്തെ 2 സ്റ്റാൻഡ് വാങ്ങിയിട്ടുണ്ട്. ഒരെണ്ണം ഓൾറെഡി ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. 2 സ്റ്റാൻഡ് വാങ്ങി. നമുക്ക് റൂമിൽ അയൺ ബോക്സ് ഇപ്പോൾ വെക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണ് കേട്ടോ. എവിടെ വെച്ചാലും ഋതു അത് വന്നിട്ട് എടുക്കും. അവരൊരു ദൊറോത്തി മതാമ ആയിരിക്കണം, എപ്പോഴും ഈ ഒരു സംഭവം പിടിച്ചിട്ടാണ് നടക്കുക. അപ്പോൾ പിന്നെ ഞങ്ങൾ അതൊന്ന് വെക്കാൻ വേണ്ടിയിട്ട് ഒരു കോർണർ സ്റ്റാൻഡ് ഇങ്ങനത്തെ 2 എണ്ണം നമ്മൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരെണ്ണത്തിൽ അയൺ ബോക്സ് വെക്കാം, ഒരെണ്ണത്തിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വെക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ അത് 2 എണ്ണം. ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് സാധനങ്ങൾ വാങ്ങിയത് കേട്ടോ. ഹോം ഡെക്കർ ഐറ്റംസ് എന്ന് പറഞ്ഞിട്ട് മെയിനായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഇതൊക്കെ ആയിരുന്നു. അപ്പോൾ ഇത് ഇനിയിപ്പോൾ ഇന്ന് ഫിക്സ് ചെയ്യാൻ ആൾക്കാർ വരും. ഇന്ന് ഏകദേശം ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ വരും. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ വേറെ ചെയ്യാം കേട്ടോ. ഫിക്സ് ചെയ്ത് പിന്നെ നമ്മളതൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളൊരു വീഡിയോ ഞാൻ വേറെ ചെയ്യാം. ഇതാണ് കേട്ടോ നമ്മൾ ഡേ ടു ഡേയിൽ സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകുമ്പോൾ എടുത്തൊരു വീഡിയോ. സാധാരണ ഡേ ടു ഡേയിലേക്ക് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേർത്തേട്ടൻ അത്ര പെട്ടെന്നൊന്നും സമ്മതിക്കില്ല. കാരണം കുറേ നേരം വെയിറ്റ് ചെയ്യണം. ബില്ലിംഗ് സെക്ഷനിലാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ഇപ്രാവശ്യം പറഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് തന്നെ ഓക്കെ പറഞ്ഞു, എന്നാൽ നമുക്ക് പെട്ടെന്ന് പോയി വാങ്ങിയിട്ട് വരാം. ഈ സാധനങ്ങളൊക്കെ എടുക്കാൻ ചേർത്തേട്ടൻ എന്നിട്ടോ കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങി. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ കീർത്തി റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അവിടെ പോയി ഫുഡൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ റൂമിൽ വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. നമ്മൾ കരാമയിലൊരു ഡേ ടു ഡേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു എന്നിട്ടാണ് നമ്മൾ റൂമിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഇൻറ്റീരിയർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതാണ് ഞാൻ ജസ്റ്റ് ഒരു റൗണ്ട് ചെയ്തിട്ട് വീഡിയോ എടുത്തത്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ തന്നെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.